മുഖ്യമന്ത്രി വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേരെ അതീവ ഗുരുതരമായ വധഭീഷണി മുഴക്കിയ പ്രതിയെ പോലീസ് അടിയന്തരമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കുമെന്ന് കൺട്രോൾ റൂമിലേക്ക് ഭീഷണി കോൾ വിളിച്ച ആറ്റിങ്ങൽ സ്വദേശിയായ പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് പ്രതിയെ വലയിലാക്കിയത്. സംസ്ഥാനത്തെ ഉന്നത ജനപ്രതിനിധികളുടെ സുരക്ഷാ സംവിധാനങ്ങളെ പോലും മുന്നിൽ നിർത്തിയ ഈ ഫോൺ കോളുകളാണ് ഇന്നലെ രാത്രി പോലീസ് കൺട്രോൾ റൂമിലേക്ക് എത്തിയത്. ഒരു സാധാരണ ഭീഷണി എന്നതിനപ്പുറം പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയ കാരണങ്ങളാണ് ഈ കേസിനെ കൂടുതൽ വിചിത്രമാക്കുന്നത്. ഭീഷണി കോൾ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ വലയിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ആറ്റിങ്ങൽ സ്വദേശിയായ സോണി തോമസിനെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അതീവ ജാഗ്രതയോടെ നടത്തിയ നീക്കത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയോടെ 2 തവണയാണ് അയാൾ കൺട്രോൾ റൂമിലെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിച്ച് കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കിയത്. ഒരു പ്രകോപനവുമില്ലാതെ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചതിന് പിന്നിൽ പ്രശസ്തിക്കായുള്ള ആഗ്രഹമാണെന്നാണ് പ്രതി പറയുന്നത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്നും അതുവഴി വലിയ രീതിയിൽ പ്രശസ്തനാകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് സോണി തോമസ് ഫോണിലൂടെ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥരോട് വിചിത്രമായി വിളിച്ചു പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വാർത്തകളിലും നിറയാൻ വേണ്ടിയാണ് താൻ ഈ വഴി തിരഞ്ഞെടുത്തതെന്നും അയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. കോൾ വന്ന ഉടൻ തന്നെ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയ പോലീസ് പ്രതിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു. കൺട്രോൾ റൂമിൽ നിന്നും അടിയന്തരമായി വിവരം കൈമാറിയതിനെ തുടർന്ന് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തുകയുമായിരുന്നു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അതിവേഗ പരിശോധനയിലാണ് പ്രതിയെ ഒളിത്താവളത്തിൽ നിന്നും പോലീസ് പൊക്കിയത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ വധഭീഷണി ഉയരുക എന്നത് അതീവ ഗൗരവമുള്ള സുരക്ഷാ വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റിലായ പ്രതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും അയാൾക്ക് പിന്നിൽ മറ്റ് അട്ടിമറി ശക്തികൾ ഉണ്ടോ എന്നും പോലീസ് അതീവ ജാഗ്രതയോടെയാണ് അന്വേഷിക്കുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരങ്ങൾ ഇങ്ങനെയാണ്. പ്രതി കൃത്യം നടത്തുന്ന സമയത്ത് ബോധാവസ്ഥയിലായിരുന്നില്ല എന്നാണ് വൈദ്യപരിശോധനയിൽ നിന്നും വ്യക്തമാക്കുന്നത്. അറസ്റ്റിലാകുന്ന സമയത്ത് പ്രതി സോണി തോമസ് കടുത്ത മദ്യലഹരിയിലായിരുന്നുവെന്നും കന്റോൺമെന്റ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അതീവ ഗുരുതരമായ വധഭീഷണി മുഴക്കിയതും ഇതേ മദ്യലഹരിയിൽ തന്നെ ആയിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇയാളുടെ പെരുമാറ്റത്തിൽ മുൻപും അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികളും പോലീസും സാക്ഷ്യപ്പെടുത്തുന്നു. സോണി തോമസ് സ്ഥിരമായി മാനസികാസ്വസ്ഥം പ്രകടിപ്പിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാനസികമായ അസ്ഥിരതയും പ്രശസ്തിക്കായുള്ള അമിതമായ ആഗ്രഹവുമാണ് അയാളെ കൊണ്ട് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇയാൾ നിയമത്തിന് മുന്നിൽ എത്തുന്നതും ഇതാദ്യമായിട്ടല്ല. പിടിയിലായ സോണി തോമസിനെതിരെ നേരത്തെയും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കേസുകൾ നിലവിലുണ്ടെന്ന് കന്റോൺമെന്റ് പോലീസ് അറിയിച്ചു. നിലവിൽ കസ്റ്റഡിയിലുള്ള ഇയാളെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. രാഷ്ട്രീയമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടോ എന്നും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. പ്രതി മദ്യലഹരിയിലാണ് ഫോൺ വിളിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന വധഭീഷണി എന്ന നിലയ്ക്ക് ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് ആഭ്യന്തര വകുപ്പും സുരക്ഷാ വിഭാഗവും കാണുന്നത്. യാതൊരുവിധ സുരക്ഷാ വീഴ്ചകളും ഉണ്ടാകാതിരിക്കാൻ വിപുലമായ മുൻകരുതലുകളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭീഷണി സന്ദേശം എത്തിയതിന് പിന്നാലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഔദ്യോഗിക വസതിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും യാത്രകളിലും കനത്ത പോലീസ് കാവലും മുൻകരുതൽ പരിശോധനകളും ഉറപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രതി നിലവിൽ കസ്റ്റഡിയിലാണെങ്കിലും അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറല്ല. നിലവിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി സോണി തോമസിനെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിക്ക് മറ്റെന്തെങ്കിലും ക്രിമിനൽ സംഘങ്ങളുമായോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഗ്രൂപ്പുകളുമായോ ബന്ധമുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇയാളുടെ ഫോൺ രേഖകളും മുൻകാല ചരിത്രവും പോലീസ് ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഭരണതലപ്പത്ത് സുരക്ഷ ഉറപ്പാക്കുമ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പ്രതിയെ അതിവേഗം വലയിലാക്കാൻ കഴിഞ്ഞത് വലിയൊരു ആശ്വാസമാണ്. ഇയാൾക്കെതിരെ നേരത്തെയും കേസുകൾ ഉള്ളതിനാൽ കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. വരും മണിക്കൂറുകളിൽ ഇയാളുടെ അറസ്റ്റ് വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കുന്നത് സംബന്ധിച്ച പുതുക്കലുകളും പോലീസ് ഔദ്യോഗികമായി പുറത്തുവിടും. മുഖ്യമന്ത്രി വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേരെ അതീവ ഗുരുതരമായ വധഭീഷണി മുഴക്കിയ പ്രതിയെ പോലീസ് അടിയന്തരമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.